എവിടെയാണെങ്കിലും അത് ഏത് രാജ്യത്താണെങ്കിലും ശരി തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വെറുപ്പാണ്, വിദ്വേഷമാണ്. എന്താണ് ഈ വെറുപ്പിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ നരേന്ദ്രമോദി അനുവദിക്കുന്നില്ല. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുന്നതിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഒബ്സ്ട്രക്ഷൻ അഥവാ പ്രതിസന്ധി എന്ന് പറയുന്നത്. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇന്ത്യ ഇത്രയും ഗംഭീരമായി വികസിച്ചത്, ഇന്ത്യയിൽ കലാപങ്ങൾ കുറഞ്ഞത്, മതമൗലികവാദികളെ അടിച്ചമർത്തിയത്, CAA, NRC, കശ്മീരിലെ 370 അബ്രഗേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായത്. എന്തിനു പറയുന്നു, നമ്മുടെ നാട്ടിൽ മുസ്ലിം സ്ത്രീകൾക്ക് തല ഉയർത്തി ജീവിക്കാൻ കഴിയുന്നത് പോലും നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. മുത്തലാഖ് നിരോധന നിയമം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് 18 വയസ്സിൽ നിന്നും 21 വയസ്സാക്കി അവരുടെ വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ല് കൊണ്ടുവരാൻ പോകുന്നു. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെ പല പല കാര്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തു. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുന്നതിൽ നിന്നും പിറകിലേക്ക് വലിക്കുന്ന വലിയ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് നരേന്ദ്രമോദിയെ ഇഷ്ടമല്ല. ഇപ്പോൾ ന്യൂയോർക്ക് മേയറാകാനായി മത്സരിക്കുന്ന സൊഹ്റാൻ മംദാനി, പുള്ളി ഒരു ഇന്ത്യൻ വംശജനാണെന്നാണ് പറയുന്നത്. പുള്ളിയുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയിരിക്കുകയാണ്. കാരണം ഞാൻ നരേന്ദ്രമോദിയെ വെറുക്കുന്നു, നരേന്ദ്രമോദിയെ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഒരു തലവന്മാർക്കും ഇഷ്ടമല്ല. പിന്നെ ഇന്ത്യ ഒരു സൂപ്പർ പവറായി കുതിക്കുന്നു. നാളെ ഇന്ത്യയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു ഗതി ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ ശത്രുത ഉണ്ടാക്കിയാൽ അത് നാളെ തിരിച്ചടിക്കുമെന്നുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈകൊടുക്കാനും കെട്ടിപ്പിടിക്കാനും പല രാജ്യങ്ങളിലെയും, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലെയും ഭരണകർത്താക്കളെ പ്രേരിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും സൊഹ്റാൻ മംദാനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ന്യൂയോർക്ക് മേയർ കാൻഡിഡേറ്റ് സൊഹ്റാൻ മംദാനി സെയ്സ് ഹീസ് റണ്ണിംഗ് ഫോർ മേയർ ബിക്കോസ് കറന്റ് മേയർ എറിക് ആഡംസ് സപ്പോർട്ട്സ് ഇന്ത്യൻ PM മോഡി. അതായത് നിലവിലുള്ള ന്യൂയോർക്കിലെ മേയറായിട്ടുള്ള എറിക് ആഡംസ് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് സൊഹ്റാൻ മംദാനിയെ പറയുന്നത്. എറിക് ആഡംസ് നരേന്ദ്രമോദിയെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, ലോകരാജ്യങ്ങളിൽ പല നേതാക്കളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സ്പെസിഫിക് പോയിന്റ് മാത്രം എടുത്തുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ, ഞാൻ ന്യൂയോർക്കിൻ്റെ മേയർ ആകട്ടെ എന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. ദ മേയറൽ റേസ് ടേക്സ് എ ഷോക്കിംഗ് ആൻറ്റി ഇന്ത്യ ടേൺ. അതായത് ഒരു ആൻറ്റി ഇന്ത്യ ഒരു നിലപാടാണ് ഇയാൾ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സൊഹ്റാൻ മംദാനി ഒരു ഭ്രാന്തനാണ്, ഒരു ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞത്. സൊഹ്റാൻ മംദാനിക്ക് എതിരെ ഡൊണാൾഡ് ട്രംപ് പ്രവർത്തിക്കുന്നത് അമേരിക്കയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.